ധർമ്മപുത്രരുടെ കർമ്മ സജീവനാണ് അർജുനൻ. ധർമ്മപുത്രർ എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നത് അർജുനനെ കൊണ്ടാണ്. അപ്പോൾ ധർമ്മപുത്രരോട് ഉദ്ദേശിക്കുന്ന ധർമ്മപുത്രരുടെ ധർമ്മത്തിൻ്റെ കാർമ്മികമായ അവതാരകനും പ്രയോക്താവുമാണ് അർജുനൻ. അതുകൊണ്ടാണ് ഭീമൻ പല കാര്യങ്ങളിലും ധർമ്മപുത്രരെ എതിർക്കുമ്പോഴും അർജുനൻ ധർമ്മപുത്രരെ എതിർക്കുന്ന ഒറ്റ സന്ദർഭം നമുക്ക് മഹാഭാരതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. എപ്പോഴും ധർമ്മപുത്രർക്ക് അനുകൂലനായിട്ട് നിൽക്കുന്ന കർമ്മ സജീവനാണ്, കർമ്മത്തിൻ്റെ സാക്ഷിയാണ്. ഏത് ധർമ്മമാണോ നടപ്പിലാക്കണമെന്ന് ധർമ്മപുത്രർ വിചാരിക്കുന്നത്, ആ ധർമ്മം കർമ്മത്തിൻ്റെ രൂപത്തിൽ നടപ്പിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മഭടനാണ് അർജുനൻ. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പോലും വളരെ നിശബ്ദനായിരുന്ന ആളാണ് അർജുനൻ. അദ്ദേഹത്തിനെതിരായി ഒറ്റ വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ കൈ, ഈ ചൂത് കളിച്ച കൈ ചുട്ടുകളയാൻ ഇത് കത്തുന്ന വിറകുകൊള്ളി കൊണ്ടുവരൂ എന്ന് സഹദേവനോട് ഭീമൻ പറയുമ്പോൾ അതിനെ തടഞ്ഞ ആളാണ് അർജുനൻ.